കേരള ടെക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു തത്തക്കൂട് ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. ഏകദേശം ഒരു 2-3-4 വർഷം പഴക്കമുള്ള ഒരു തത്തക്കൂടാണ്. ആ തത്തക്കൂടിനെ അവരതിനകത്ത് പിടിച്ചിട്ടിരിക്കുകയാണ്. കുറച്ച് നാളായിട്ട് അതിനകത്ത് ഇങ്ങനെ കിടക്കുകയാണ്. അന്നേരം ആ തത്തക്കൂടിൻ്റെ ചുവട് വശവും അതിൻ്റെ സൈഡും എല്ലാം അങ്ങ് പോയി കഴിഞ്ഞ ശേഷം ഞങ്ങൾ അവിടെ ആ വീട്ടിലാണെങ്കിൽ ഒരു ഷീറ്റിൻ്റെ പണിക്ക് വേണ്ടി ഞങ്ങൾ ചെന്നാൽ ഈ തത്തക്കൂടിൻ്റെ ഈ ഷേപ്പെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ഒരു തത്തക്കൂടിനൊരു നെറ്റ് വെക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവരാണെങ്കിൽ ആദ്യം ഒരു നെറ്റ് വെച്ചടിച്ചു. അത് കഴിഞ്ഞ് ഒരു പച്ച നെറ്റും എല്ലാം കൊണ്ടുവന്ന് അതിൻ്റെ മണ്ടയ്ക്കൂടെല്ലാം വെച്ച് കെട്ടിയെല്ലാം വെച്ചിരിക്കുകയാണ്. അങ്ങനെയൊക്കെ വേണം ഞങ്ങൾ ആ തത്തക്കൂട് എടുത്തിട്ട് ഞങ്ങളതെല്ലാം കൂടെ താഴെ ഇറക്കി ആ തത്തയെ പിടിച്ച് ഇതിനെ മാറ്റാൻ വേണ്ടി വേറൊരു പുതിയൊരു തത്തക്കൂട് അവർ മേടിച്ചായിരുന്നു. ഈ തത്തക്കൂട് പണിയുമ്പം തത്തയിടാൻ വേറൊരു മാർഗ്ഗമില്ലാത്തതിന് അവർ താൽക്കാലികമായിട്ട് ഒരു 3-4 മണിക്കൂറത്തേക്ക് ഒരു തത്തക്കൂട് മേടിച്ചിട്ട് അതിനകത്ത് ഈ തത്തയിട്ട് കഴിഞ്ഞ ശേഷം ഞങ്ങളാണെങ്കിൽ ആ തത്തക്കൂട് പൊക്കിയെടുത്ത് താഴെ വെച്ച് കഴിഞ്ഞ ശേഷം ഞങ്ങൾ ആ കട്ടിങ് മെഷീനും കൊണ്ട് ആ സൈഡിലത്തെ നെറ്റെല്ലാം കൂടെ മുഴുവനും ഞങ്ങൾ കട്ട് ചെയ്യുകയാണ്. അടിയിൽ വെച്ചിരിക്കുന്നത് റൗണ്ട് കമ്പിയും മേളിൽ റൗണ്ട് കമ്പിയും പിന്നെ ഈ പാകിയിരിക്കുന്നത് റൗണ്ട് കമ്പിയുമാണ് വെച്ച് ചെയ്തിരിക്കുന്നത്. അന്നേരം അതിന് ഇടയ്ക്ക് വെച്ച് ഞങ്ങൾ ആ നെറ്റും പച്ച നെറ്റും സാധാരണ ജിയുടെ ആ റേഞ്ച് നെറ്റും എല്ലാം കൂടെ ഞങ്ങൾ കട്ട് ചെയ്ത് കളയണം. അതിൻ്റെ ചുവടുവശമെല്ലാം അങ്ങ് പോയതാണ്, മുഴുവനും ദ്രവിച്ച് പോയതും പിന്നെ അതിൻ്റെ ചുവടുമെല്ലാം പോയി. അത് കഴിഞ്ഞ് ഇപ്പം ഞങ്ങളാണെങ്കിൽ ആ നെറ്റ് കംപ്ലീറ്റ് ഞങ്ങൾ കട്ട് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ മേൽവശത്തെ മേമൂടി എന്ന് പറയുന്നത് റൗണ്ടിൽ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഒരു കൂർത്ത് റൗണ്ടിൽ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ ആ സാധനം ആ കൂർത്ത് അങ്ങനെ വെച്ച് കഴിഞ്ഞ് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ അവിടെ നിന്നാണെങ്കിൽ ഒരു കാറിൻ്റെ 2 ടയർ കൊണ്ടുവന്നിട്ട് അത് മണ്ടയ്ക്ക് അടുക്കി മണ്ടയ്ക്ക് 2 വെച്ചിട്ട് ഒന്നിൻ്റെ മണ്ടയ്ക്ക് വേറെണ്ണത്തിൻ്റെ മണ്ടയ്ക്ക് വെച്ചിട്ട് ഈ തത്തക്കൂട് ഇതുപോലെ തല കീഴായി ഞങ്ങളത് അവിടെ അങ്ങ് വെച്ചു. ഇപ്പോൾ അത് നമ്മളത് വെച്ച് കാണിക്കാം. ആ 2 ടയർ എടുത്ത് കൊണ്ടുവന്നിട്ട് അതിന് മണ്ടയ്ക്ക് വെച്ചിട്ട് ഇത് ഞങ്ങൾ തിരിച്ചങ്ങോട്ട് വയ്ക്കും. തിരിച്ച് വെച്ച് കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾ ആ നെറ്റൊക്കെ അടിക്കാൻ പോകുന്നത്. ഇപ്പം ചെയ്യുന്നത് അതിൻ്റെ മുഴുവനും നെറ്റെല്ലാം കൂടെ അതിൻ്റെ ആ ടാക്ക അടിച്ചതും അതെല്ലാം കട്ട് ചെയ്തും ഗ്രൈൻഡ് ചെയ്തും നല്ല ഫിനിഷിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കട്ട് ചെയ്ത് ഞങ്ങളത് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ സൈഡിലത്തെ നെറ്റും എല്ലാം കട്ട് ചെയ്ത് ഒരു തത്തക്കൂടിരിക്കുമ്പോൾ തത്തയ്ക്ക് അതിൻ്റെ ദേഹത്തൊന്നും കുത്തിക്കൊള്ളാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ആ സൈഡിലത്തെ മുഴുവൻ നെറ്റും എല്ലാം ഞങ്ങൾ കട്ട് ചെയ്ത് ഞങ്ങൾ അത് താഴെ കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, അതായത് ഇപ്പം വെച്ചിരിക്കുന്ന ആ 2 ടയർ കൊണ്ടുവന്നിട്ട് അടുക്കി വെച്ചിട്ട് തല കീഴായി ഞങ്ങൾ വെച്ചിരിക്കുകയാണ്. ഇനിയും ചെയ്യാനുള്ളത് ഞങ്ങൾ ആ നെറ്റ് കൊണ്ടുവന്നിട്ട് ഏകദേശം 2 മീറ്റർ വീതിയുള്ള നെറ്റാണ്. ആ നെറ്റ് ഇങ്ങനെ വളഞ്ഞ് തന്നെ ഇരിക്കുന്ന ആ നെറ്റ് കൊണ്ടുവന്ന് അതിനകത്തോട്ട് ഞങ്ങൾ ഇറക്കി കറക്റ്റായിട്ട് അങ്ങോട്ട് വെച്ച് കഴിയുമ്പോൾ അത് ഒരുപോലെ ഞങ്ങളത് നേരെ താഴോട്ടിറക്കി വെച്ച് ആ ഡോറ് ഞങ്ങൾ കറക്റ്റായിട്ട് ആക്കി വെച്ച് കഴിഞ്ഞ ശേഷമേ അത് അടയ്ക്കാൻ പറ്റുള്ളൂ. ആ ഡോറ് ഉൾപ്പെടെയാണ് ഞങ്ങൾ താഴോട്ട് ഇറക്കി വെക്കുന്നത്. ഇറക്കി വെച്ച് കഴിഞ്ഞ ശേഷം ഞങ്ങളത് ആ കമ്പിക്കകത്ത് ഞങ്ങൾ സ്പോട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ കണ്ട ആ സാധനം നെറ്റ് വെച്ച് നല്ല കറക്റ്റായിട്ട് അതിൻ്റെ വെച്ച് ഞങ്ങളതെല്ലാം കറക്റ്റായിട്ട് ഞങ്ങളത് വെച്ചിട്ടുണ്ട്. അത് നെറ്റ് അതെല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എവിടെയെങ്കിലും തള്ളിപ്പോയോ അല്ലെങ്കിൽ മാറിപ്പോയോ എന്നറിയണം. ആ ജോയിൻറ്റ് തമ്മിൽ കറക്റ്റായിട്ട് നമുക്കറിയാൻ പറ്റും. ആ ജോയിൻറ്റ് കണ്ടോ, ഇപ്പോൾ കാണാമല്ലോ. ആ ജോയിൻറ്റ് വരെയും കറക്റ്റാണ്, വലിയ കുഴപ്പമില്ലാതെ ഞങ്ങൾ അതിൻ്റെ അളവെടുത്ത് കട്ട് ചെയ്ത് മുറിച്ചിട്ടാണ് അത് കറക്റ്റായിട്ട് ആക്കി വെച്ചിരിക്കുന്നത്. ആ ജോയിൻ്റ് ആ കമ്പിയുമായിട്ടാണ് ജോയിൻറ്റ് ചെയ്ത് വെൽഡ് ചെയ്യുന്നത് ഞങ്ങൾ. അതിൻ്റെ ചുവടുവശമാണത് ഞങ്ങൾ പൊളിച്ച് കളഞ്ഞതിൻ്റെ ചുവടുവശമാണ്. ഇങ്ങനെയാണ് അതിൻ്റെ ചുവടുവശമെല്ലാം ഇരുന്നത്. അതൊരു വല്ലാത്തൊരു രീതിയിലായിരുന്നു. അത് കണ്ടു കഴിഞ്ഞാൽ മഹാവൃത്തികൾ വല്ലാത്ത അതിൻ്റെ പൊങ്ങിയൊക്കെ ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞങ്ങളത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് ഞങ്ങൾ പുതിയൊരു തത്തക്കൂടിൻ്റെ പഴയ തത്തക്കൂട് ഞങ്ങളത് മെയിൻ്റനൻസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ആ നെറ്റെല്ലാം വെച്ച് ഞങ്ങളത് സ്പോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യമേ ആ ജോയിൻറ്റിൻ്റെ അവിടെയാണ് ഞങ്ങളൊരു
ഒരു 1/2 ഇഞ്ചിൻ്റെ ഒരു കമ്പിയാണ് നീളത്തിൽ മേളിൽ താഴെ വരെയുണ്ട്. അതിൻ്റെ ജോയിൻറ്റ് സെൻറ്ററാക്കി വെച്ചുകൊണ്ട് ഞങ്ങളത് സ്പോട്ട് ചെയ്യണം. ഇനി ചുറ്റും സ്പോട്ട് ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ അറ്റത്ത് വന്നു കഴിഞ്ഞ ശേഷം അത് കറക്റ്റിൽ വരും. ഇപ്പോൾ അതിൻ്റെ ചുറ്റും ഞങ്ങൾ എല്ലാം ടാക്ക് അടിച്ച് വെച്ച് കഴിഞ്ഞു. വെൽഡിങ്ങും അതിൻ്റെ സ്പോട്ടിങ്ങും എല്ലാം ഞങ്ങൾ കഴിഞ്ഞു. ഇനി അതിൻ്റെ തള്ളി നിൽക്കുന്ന ഭാഗമെല്ലാം ഞങ്ങൾ കട്ട് ചെയ്യുകയാണ്. ആ കട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ അതിൻ്റെ മണ്ടയ്ക്ക് അതിൻ്റെ ചുവടാണ് ഈ കാണുന്നത്. ആ ചുവട്ടിലോട്ട് ഞങ്ങൾ ആ നെറ്റ് വെച്ച് ഞങ്ങൾ സ്പോട്ട് ചെയ്യും. അതിൻ്റെ കട്ടിങ് മെഷീൻ അതിൻ്റെ മുഴുവൻ ഞങ്ങൾ ആ റൗണ്ടിന് ആ പീസ് ഞങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞാലേ ഞങ്ങൾക്ക് ആ ചുവട്ടിൽ ആ പീസ് വയ്ക്കാൻ പറ്റുള്ളൂ. അതിനാണ് ഞങ്ങളിപ്പം അതിൻ്റെ ആ കട്ടിങ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കട്ടിങ് എല്ലാം കഴിഞ്ഞ് ആ നെറ്റ് ഞങ്ങൾ അതുപോലെ പൊക്കിയെടുത്ത് ഞങ്ങൾ മാറ്റുകയാണ്. കണ്ട് അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. ആ ജോയിൻ്റ് ഞങ്ങൾ വെച്ചതുപോലെ തന്നെ ആ റൗണ്ടിൽ തന്നെ ഞങ്ങളത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ അകംവശമാണ് ഈ കാണുന്നത്. ആ തത്തയ്ക്ക് ഇരിക്കണം കണ്ടോ. അത് തിരിച്ച് വെച്ച് കഴിഞ്ഞ ശേഷം ഞങ്ങൾ അതിൻ്റെ ചുവട്ടിൽ ഞങ്ങൾ ഒരു പീസ് വെച്ചിട്ടുണ്ട്. ഇനിയും അതിൻ്റെ ബാലൻസ് പീസ് കൂടെ വെക്കാനുണ്ട്. ബാലൻസ് പീസ് വെച്ച് കഴിഞ്ഞ ശേഷം ഞങ്ങളതെടുത്ത് പൊക്കിയെടുത്ത് അത് തൂക്കിയിടാൻ അതിനകത്ത് തിരിച്ച് ആ ചെറിയ കൂടിനകത്തു നിന്ന് ഞങ്ങളാണെങ്കിൽ ആ തത്ത ഈ വലിയ കൂടിലോട്ട് തന്നെ ആ തത്തയ്ക്കാണെങ്കിൽ ഇനി വലിയ കൂട് പണിയണം. അതുകൊണ്ട് ഞാൻ വലിയ കൂട് പണിഞ്ഞ് കഴിഞ്ഞ ശേഷം ആ തത്ത ഇതിനകത്ത് പിടിച്ചിടാനുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ പണികളെല്ലാം ഇപ്പോൾ ഏകദേശം മൊത്തം തീർന്നിരിക്കുകയാണ്. ഒരു കൂട്ട് പെയിൻറ്റ് ഞങ്ങൾ ഇതിൻ്റെ പുറത്തൂടെ ഞങ്ങൾ അടിക്കുന്നുണ്ട്. ഇപ്പം തത്തയെ അവർ പിടിച്ചിട്ടു. നിങ്ങൾക്കെല്ലാവർക്കും ഈ വർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉടൻ തന്നെ ഒരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്. എല്ലാവർക്കും ഗുഡ് ബൈ.